അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്താണ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് മക്കത്തേക്കാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം അതുപോലൊക്കെ ഗഫിലമൊക്കെ ഉണ്ട്, കൂടെ ഉണ്ട്. പക്ഷെ അവർ ഉംറ ചെയ്യണം എന്നുള്ളതിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഉംറ ചെയ്തിട്ട് വരാമെന്നുള്ളതിൽ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഏതായാലും ഇൻഷാ അല്ലാഹ് മക്കത്തേക്ക് വിടാം. ഞാൻ മക്കത്ത് ഹറമിലെത്തിയിട്ടുണ്ട്. മഗ്‌രിബിൻ്റെ സമയമായിട്ട് എത്തിയത്. കാരണം 4 മണിക്കാണ് അവിടുന്ന് പോകുന്നത്. 4 മണിക്ക് പോകുന്ന ശേഷം ഇവിടെ എത്തിയത് മഗ്‌രിബിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ അസർ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. അസർ നിസ്കരിച്ച ശേഷം മഗ്‌രിബിൻ്റെ ടൈമായി. അപ്പോൾ അങ്ങനെ മഗ്‌രിബ് നിസ്കരിക്കാനുള്ള പരിപാടിയാണ്. ഒരു തവാഫ് കഴിഞ്ഞിട്ടുണ്ട്. തവാഫും കൂടി കംപ്ലീറ്റ് ആക്കണം. ഞാൻ കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും വരുന്ന വീഡിയോ ഒന്നും എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓര് വണ്ടിയിലുണ്ടായിരുന്നുകൊണ്ട് അത്ര കൂടുതലായിട്ട് എടുക്കണത് മോശം എന്നുള്ള ലെവലിൽ കൂടുതൽ ഗഫിയിൽ മേഡൊക്കെയാണ്. പെണ്ണുങ്ങളാണ് വണ്ടിയിലുള്ള, ആണുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ മേഡൊക്കെ ആയിരുന്നു വണ്ടിയിലുള്ളത്. അപ്പോൾ എടുക്കാൻ ശ്രമിച്ചില്ല. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാഡവും പിന്നെ മോളും ഉണ്ട്. പിന്നെ ഞാനുമാണ് ഉംറക്ക് വന്നത്. കാരണം മാഡത്തിന് കാലുകൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് ഒരു അറബിയാണ് ഉന്തണേ. ഇവരോട് ഉന്തിക്കണമെന്ന് ചോദിച്ച്, പക്ഷേ ഞാൻ ഉന്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉംറ ചെയ്യാൻ ഓരോ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ തവാഫ് ചെയ്യലും അപ്പോൾ പൈസ തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ടാന്നും പറഞ്ഞു. അവർക്ക് കൊടുക്കണ പൈസ എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ എന്തായാലും എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കും. അങ്ങനെയാണ്, വേണ്ടാന്ന് പറഞ്ഞാലും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അറബിയയിൽ ഉംറ ചെയ്യാൻ 400 റിയാലോ അങ്ങനെ എന്തൊക്കെ പൈസ ഉണ്ട്. അന്ന് ഞാൻ കുറേ മുമ്പ് റമളാൻ വന്ന സമയത്ത് 400 റിയാലൊക്കെ വാങ്ങിനേ തോന്നുന്നു. 400-480 വാങ്ങിനേ. സയ്യും തവാഫും ചെയ്യാം. അങ്ങനെ ഒരു പണി കിട്ടിയാൽ മതി. കാരണം മാസം ഒരു ദിവസം ഒന്ന് കിട്ടിയാൽ മതി. 400, 4000, 8000, 12,000 റിയാൽ, 3 ലക്ഷം റുപ്യ ഒരു മാസം ശമ്പളം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ചെറിയ ചില്ലറായിട്ട് നമുക്ക് പൈസ ഒക്കെ തരലുണ്ട്, തരുട്ടവർ. അങ്ങനെ മോശമൊന്നുമല്ല. നമ്മൾ ഉംറ ചെയ്യണേനും നമ്മൾ പണി എടുക്കണേനും ഇതായിട്ടുള്ളൊരു പൈസ പോലെ തരും. പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ തവാഫ് ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇശാസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തവാഫ് ആരംഭിച്ചു. അങ്ങനെ തവാഫ് കഴിഞ്ഞിട്ട് മേലെന്നായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് തവാഫ് ചെയ്യാൻ. കുറേ അറബിയായിട്ട് ഉന്തി കഴിഞ്ഞിട്ട് അങ്ങനെ ഉന്തണം. തവാഫ് ചെയ്യാൻ വിഷയമൊന്നുമില്ല. സഫ മർവ സൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ഉയരമുണ്ടാവും. നമുക്ക് ചെറിയൊരു വിഷയമുണ്ട്. അങ്ങനെ മേഡെന്ന് പറഞ്ഞു വീട്ടിൽ രാത്രി 12 മണിയൊക്കെ ആവും റൂമിലെത്താൻ. അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ മദ്രസ് ഓര് കൊണ്ടുപോയിട്ടോളാം, ഈ ഉറങ്ങിക്കോന്ന് പറഞ്ഞു. ഇനി വിളിച്ചപ്പോൾ അങ്ങനെയാണ്. വേറെ മദ്രസ എല്ലാം എനിക്ക് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ടാണ്. ടാക്സിയിൽ ഇവരൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ സിത്തിന ഭാഗത്താണ് വണ്ടി, സേഫ് പാർക്കിംഗ് ഉണ്ട്, അവിടെയാണ് വണ്ടി വെച്ചത്. ഇവിടുന്ന് കണ്ട ടാക്സിക്ക് പോരും. ഇവിടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പേ പാർക്കിംഗ് ആണെങ്കിലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഒന്ന് വരെ ഇറക്കി ഒന്ന് പിന്നെ ആ വണ്ടി കൊണ്ടുവച്ചു അവിടെ പോയി ഞാൻ അങ്ങോട്ട് വരില്ല. അതിലും നല്ല അങ്ങോട്ടും 30 റിയാൽ, 20 റിയാൽ, 30 റിയാലൊക്കെയാണ് ഇപ്പോൾ ടാക്സിക്ക് റോഡ് അടിച്ചുകൊണ്ട്. അങ്ങോട്ടും അങ്ങോട്ട് 30, ഇങ്ങോട്ട് 30, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും 30 റിയാൽ ടാക്സി ആവും. ഓല പൈസ അല്ല, ഓല എന്തേ കാട്ടിക്കോട്ടെ എന്നുള്ള ലെവൽ. നമ്മൾ കഷ്ടപ്പെട്ടാണ് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ കുത്തി കയറ്റി. അങ്ങനെ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഓലക്കായി നമ്മൾ ഒന്നും ആലോചിക്കേണ്ട. ഓല പൈസയൊക്കെ നമ്മൾ ഉംറ ചെയ്യുക. നമുക്ക് ഏതായാലും അൽഹംദുലില്ലാ ഒരു ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ കുറേ ഉംറ കുറേ വരെ കൂടെ വരലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. അപ്പം മേഡത്തിന് കാലുകൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് ഞങ്ങൾ വരാറില്ല. അതിന് കാലുകൊണ്ട് കുറേ ആയി സുഖമില്ലായിട്ട് കൂടുതലായിട്ടും എന്നെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടേ. കാരണം ഞാൻ ഓക്കെയാണ്, ഞാൻ അതിനൊന്നും വിഷയമല്ല എന്നൊക്കെ പറയും. ചിലപ്പം പൈസ കിട്ടുമല്ലോ.
ഈ ഉംറ ചെയ്യാൻ നമുക്കും കൂലിയായിട്ടും കിട്ടും, മറ്റേ ലോകത്തുനിന്നും കൂലി പരലോകത്തുനിന്നും കൂലി അറിയില്ലേ, ആ രണ്ട് കൂലി നമുക്ക് കിട്ടണോണ്ട് വലിയൊരു ചടപ്പില്ല. ഇതിൽ മേഡം വലിയ വിഷയമല്ല കേട്ടോ, ഗഫീലൊന്നുമില്ല, ഗഫീൽ മേഡം തന്നെ ഗഫീല്. അപ്പോൾ അത്ര സ്വഭാവത്തിലും കാര്യത്തിലും എല്ലാത്തിലും നല്ല അൽഹംദുലില്ലാ റാഹത്താണ്. പക്ഷേ ഇവരെ മക്കളെ ഓട്ടമാണ് എനിക്ക് പൊതുവായിട്ടുള്ള, ഇവരെ ഓട്ടം പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോകലും ഇങ്ങനെ മക്കത്തേക്കോ ചിലപ്പോൾ മദീനത്തേക്കൊക്കെ പോലെ ഉണ്ടാവില്ല. മദീനത്തേക്കൊന്നും ഇപ്പോൾ അടുത്ത് പോയിട്ടില്ല. ഒരു മെട്രോയിൽ പോവുക, വണ്ടിയിട്ട് പോകേണ്ട കുറേ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ടിയിട്ട് പോകാം, മെട്രോയിലൊക്കെ പോകണേ റിസ്ക്. അതിലും നല്ല ഇപ്പോൾ അവിടെ മെട്രോ സ്റ്റേഷനിൽ പോയി അവിടെ ഒന്ന് വർക്ക് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ടുണ്ട് പോയി ആ സമയം മതി ഇപ്പോൾ അവിടെ മദീനത്തെത്താം പറയും ഇവിടുന്ന്. അപ്പോൾ ഇൻഷാ അല്ലാ പോവാന്നൊക്കെ പറയും. അവിടെ നിൽക്കണം എന്നുള്ള ലെവലാണ്, 10 ദിവസമൊക്കെ നിൽക്കണം. അപ്പോൾ അതിനൊക്കെ കണ്ടിട്ട് പോവാന്നുള്ള ലെവലില്ല. അവിടെ പോവുക വരല് അങ്ങനെ നടക്കൂല. ഞാൻ പറഞ്ഞു രാവിലെ പോവുക വൈകുന്നേരം പോരല്ലോ, ഇതിനത്ര ദൂരമൊന്നുമില്ല, ഒരു 4-5 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. ഇങ്ങോട്ടൊരു 4 മണിക്കൂർ, ഇങ്ങോട്ടൊരു 4 മണിക്കൂർ, 8 മണിക്കൂർ. അല്ലെങ്കിൽ അറിയാം ഞങ്ങളിവിടെ മദീനത്തേക്ക് പോകാൻ ചടപ്പൊക്കെ. ഇവിടെ നമ്മക്ക് റിയാദക്കൊക്കെയാണ് ഇവിടുന്ന് ബസ് പോകണേ. 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ 24 മണിക്കൂർ ചിലപ്പോൾ ബസ്സിലിരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പം ഗായ്സ് നമ്മളെന്താണ് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പോയി, ഞാൻ ഏതായാലും ഇങ്ങോട്ട് സാധാരണ ഇങ്ങോട്ട് അറമക്ക് വണ്ടി കൊണ്ടുവരലൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഈ നമ്മളവിടെ എത്തുമ്പോൾ കാണാം മിസ്വലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടി വരും. ആ മിസ്വലേക്ക് പോകുമ്പോൾ ചിലപ്പം കാണാം വണ്ടി എന്താണ് വെച്ചാൽ ആ റോഡ് അവിടെയും ഇവിടെയൊക്കെ അടക്കും. നമ്മൾ ഈ മക്ക അറിയാതെ മക്കത്തേക്ക് വരാനും ഹറമക്ക് വരാനും തിരിച്ചു പോകാനും മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്ക് എപ്പോഴാണ് അറിയാണ്ടില്ല റോഡ് അടക്കണേ. പിന്നെ മക്കത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നഫക്കാണ്, അതായത് ഗുഹ. ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടെയാണ് കയറി ഏത് ഗുദാമിലാ പൊന്ത് അറിയാണ്ടില്ല. ജിദ്ദമായിരിക്കല്ല, ജിദ്ദ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ഞാൻ ഏതായാലും റുസൈഫിൽ ഇറക്കി. പിന്നെ കുറേ ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ എടുക്കൽ, ഭയങ്കര സോറിയാണ്. അപ്പോൾ ടാക്സിലായതുകൊണ്ട് വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടീൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്ട് ഏതായാലും വീഡിയോ എടുക്കൽ കുറച്ച് നേരം. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ ഈ അറബിയ ഉന്തലും ഈ മാറാപ്പും വില ഈ വണ്ടിയിൽ നിന്ന് മാറ്റി അങ്ങോട്ട് കയറ്റലും കണ്ടാവുമ്പോളേ. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മസ്റ്റ് ചെയ്യുക.